ഇതാണ് നമ്മുടെ ബ്രോക്കലി. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. എങ്ങനെ ഉണ്ടാക്കി എന്താ ടേസ്റ്റ് എന്നുള്ളത് ഞാൻ പറയാം. പക്ഷെ നമുക്കിത് ആദ്യം ഇങ്ങനെ അരിഞ്ഞിട്ട് കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഇതൊരു 5 മിനിറ്റെങ്കിലും വെക്കണം. എന്തിനാന്ന് വെച്ചാൽ എന്തെങ്കിലും വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണ പച്ചക്കറി വാങ്ങുമ്പോൾ അങ്ങനെ ചെയ്യുമല്ലോ, അതുപോലെ ചെയ്യണം. പിന്നെ ഇത് അരിയുമ്പോൾ കുറച്ച് കനം കുറച്ച് അരിയണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ തണ്ടൊക്കെ ഒന്ന് നല്ലപോലെ വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ കോളിഫ്ലവർ ഇല്ലേ, അതുപോലത്തെ ആണിത്. പക്ഷെ അതിനെക്കാട്ടും ഭയങ്കര ഒരു സോഫ്റ്റ് ഇതിന്. അപ്പം ഇതിനി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ ഉപ്പിട്ടിട്ട് കഴുകി വാരിയിട്ടുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം കൂടി വെള്ളം ഒഴിച്ച് കഴുകാൻ വേണ്ടി വെച്ചതാണ്. ഇത് കഴുകി വാരിയിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാവേ. അപ്പം നമ്മൾ ബ്രോക്കലി ഇവിടെ കഴുകി വാരിയിട്ടുണ്ട്. അതിനാവശ്യമുള്ള കുറച്ച് സവോള അരിഞ്ഞിട്ടുണ്ട്. കുറച്ചൊന്നുമല്ല, ഒരു ചെറിയ സവോള എടുത്ത് അരിഞ്ഞിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാവാൻ വേണ്ടി. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ. എന്നിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഭയങ്കര സിമ്പിളാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ വേണമെങ്കിൽ മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിക്കാം. എനിക്കിപ്പോൾ മുട്ടേനോടൊന്നും താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചെറിയൊരു മെഴുക്ക് പുരട്ടി പോലെ ഉണ്ടാക്കി നോക്കാമെന്ന് ഓർത്തിട്ടാ. ടേസ്റ്റ് എങ്ങനെ ഉണ്ടാകുമെന്ന് പറഞ്ഞൂടാ, കഴിച്ച് നോക്കിയിട്ട് പറയാം. അപ്പം നമ്മൾ കടുക് ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ഇട്ട് കൊടുക്കാം. സവോള നല്ലപോലെ ഒന്ന് വഴണ്ട് കിട്ടട്ടെ. നല്ലപോലെ വഴറ്റും കേട്ടോ. വഴണ്ടിട്ട് നമുക്ക് കുറച്ച് ഉപ്പിടാം. നമ്മൾ സവോള ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ഉപ്പിട്ട് കൊടുത്തായിരുന്നു. കുറച്ച് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ബ്രോക്കലി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ആ വെളിച്ചെണ്ണക്കകത്ത് വഴണ്ട് കിട്ടണം. ഇനി ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പൊ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. നേരത്തെ സവാളയ്ക്ക് ലേശം ഇട്ടില്ലേ, അതുകൊണ്ട് ഉപ്പിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് അടച്ച് വെച്ച് വേവിക്കാം. അപ്പൊ നമ്മളെ ബ്രോക്കലി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് വേവിച്ചായിരുന്നു കേട്ടോ. ഇനി കുറേ വേവൊന്നുമില്ല. ഇതിലേക്ക് ലേശം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ചേ ഇടുന്നുള്ളൂ. നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം. ചടപടാന്നായിട്ട് ചടപടാന്നുള്ള ബ്രോക്കലി റെഡിയായി. അത്രയും അത് കഴിഞ്ഞു കേട്ടോ. ഓഫാക്കാം നമുക്ക്. അപ്പം നമ്മൾ ബ്രോക്കലി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ബ്രോക്കലി നല്ല വഴണ്ട് കിട്ടിയിട്ടുണ്ട്.
വഴണ്ട് കിട്ടുമ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ. നമുക്കിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നോർമൽ നമ്മളെ മെഴുക്ക് വരട്ടി എങ്ങനെയാ അതുപോലെയാണ്. പക്ഷെ ഇത് ഒരു വ്യത്യസ്തമായിട്ടുണ്ട്. ഇതിന്റെ ഈ കാണാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ. ഇതിന്റെ ഈ സ്ഥലമില്ലേ, ഒരു സ്പോഞ്ച് പോലെ. ഇത് പ്രത്യേകിച്ച് കടിക്കാൻ നല്ല രസം കേട്ടോ. ഞാൻ ഉണ്ടാക്കിയത് നമ്മളെന്താ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, പിന്നെ സവോള ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വഴറ്റിയെടുത്തിട്ട് ഉപ്പും കുരുമുളകും കൂടി ഇട്ട് വേവിച്ചെടുത്തു. അത്രേ ചെയ്തിട്ടുള്ളൂ. ഷൈനിന് എനിക്ക് തോന്നുന്നു ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഈ സാധനത്തിന് ബ്രോക്കലിക്ക് വലിയ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല. പിന്നെ ഭയങ്കര ഗുണമുള്ള സാധനമാണല്ലോ ഇത്. ഇത് ഒരുപാട് നേരം വേവിച്ചെടുത്തിട്ടൊന്നുമില്ലല്ലോ നമ്മള്. നല്ലപോലെ വഴണ്ട് കിട്ടിയിട്ടുണ്ട്, നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്കൊരു ടേസ്റ്റ് കിട്ടുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. എനിക്ക് ഈ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം എല്ലാ വിഭവങ്ങളും. പിന്നെന്താ, വലിയ കുഴപ്പമൊന്നുമില്ല. പ്രത്യേകിച്ച് ഇതിന് വലിയ ടേസ്റ്റ് ഒന്നുമില്ല. നമ്മുടെ വെളിച്ചെണ്ണേൻ്റെ കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റേ ഉള്ളൂ. പിന്നെ പല രീതിയിൽ ഉണ്ടാകുമ്പോൾ ഇത് ടേസ്റ്റ് മാറുവേ. മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ അതൊരു വേറൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ മസാലകളൊക്കെ ചേർക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. എനിക്കിപ്പോൾ എരിവോ കാര്യങ്ങളോ ഒന്നും കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ സിമ്പിളായി ഇങ്ങനെ ആക്കി നോക്കിയതാ. എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട്. മുട്ട ഉപയോഗിച്ചാൽ ചിലപ്പോൾ ഞാൻ ഛർദ്ദിക്കും. ഇതിനു മുന്നേ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് പിന്നെ കഴിച്ചു നോക്കിയിട്ട് ഛർദ്ദിച്ചായിരുന്നു. അല്ലെങ്കിലും മുട്ടേൻ്റെ മണമൊന്നും ഈ സമയത്ത് പിടിക്കുന്നില്ല. അങ്ങനെ സിമ്പിളായി ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയതാ. ഇപ്പോൾ ഒരു വീഡിയോ എടുക്കാന്ന് വെച്ചു. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതല്ലേ. ഇപ്പോൾ ബ്രോക്കലി കഴിക്കാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും വാങ്ങി ട്രൈ ചെയ്ത് നോക്കണേ. ചുമ്മാ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാനെങ്കിലും. വാങ്ങാൻ പറ്റുന്നവരും കഴിക്കാൻ പറ്റുന്നവരും സ്ഥിരമായിട്ട് കഴിച്ചാലും കുഴപ്പമില്ല. നല്ല ഗുണമുള്ള സാധനമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി വീണ്ടും അടുത്ത വീഡിയോയിൽ വേറൊരു റെസിപ്പിയും വിഭവങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. പിന്നെ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യുക, പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.